തിരുവനന്തപുരം ആര്യനാട് സ്വകാര്യ ബാങ്ക് വീട് ജപ്തി ചെയ്തതോടെ 6 മാസമുള്ള കൈക്കുഞ്ഞും 85 വയസ്സുള്ള വൃദ്ധ മാതാവും ഉൾപ്പെടുന്ന കുടുംബം പെരുവഴിയിലായി. തെങ്ങുവിള സ്വദേശി ഷാജഹാന്റെ വീടാണ് ജപ്തി ചെയ്തത്. വീട് വയ്ക്കാനായി വായ്പയെടുത്ത 13 ലക്ഷത്തിൽ ഏകദേശം 8 ലക്ഷത്തോളം രൂപ തിരിച്ചടച്ചിരുന്നു. എന്നാൽ ഷാജഹാന്റെ മകൻ അപകടത്തിൽ പരിക്കേറ്റ് ആരോഗ്യനില വഷളായതോടെ ജോലിക്ക് പോകാൻ കഴിയാതെ വന്നു. ഇതോടെ വായ്പ തിരിച്ചടവ് മുടങ്ങുകയും ബാങ്ക് ജപ്തി നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു. ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ലോൺ അടയ്ക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇടയ്ക്ക് വന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഒരു 11 മണിക്ക് വരുമെന്ന് 12 ആയിട്ടും കണ്ടില്ല. അപ്പോൾ നമ്മൾ ആശ്വസിച്ച് വൈകില്ല എന്നുള്ളതില്ല. ഇവിടേക്ക് 2 മണിയായപ്പോൾ അവർ വന്ന് നമ്മളെല്ലാം പുറത്താക്കിയിട്ട് ഒരു കഥവും പൂട്ടി കറണ്ടും കട്ട് ചെയ്തിട്ട് ബാങ്ക് ജപ്തി ചെയ്യാൻ വന്നപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളിപ്പോൾ ജപ്തി ചെയ്തിട്ട് പോയാൽ ഒരു കടവരാന്തേ ഉള്ള മാർഗം, വേറെ മാർഗമില്ല. അറ്റാക്ക് വന്ന ആളും വയസ്സായാളും കൊച്ചും ഇവരെല്ലാം കൂടെ കടവരാന്തേ കിടക്കുന്ന ഒരു അവസ്ഥ വരും. അതുകൊണ്ട് സാറ് ഒരു ചാൻസ് കൂടെ അവർക്ക് കൊടുക്കണം, ഒരു അവസരം കൂടെ കൊടുക്കണം. 4 ലക്ഷം രൂപ കുടിശ്ശികയുണ്ട്. കുടിശ്ശിക അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാസം തോറും ടേൺ വെച്ച് നമ്മളൊക്കെ കൂടെ സഹായിച്ച്, നാട്ടുകാരെല്ലാം കൂടെ സഹായിച്ച് എങ്ങനെയും ടേൺ വെച്ച് അടച്ച് അവരെ നിലനിർത്താന്നുള്ള നിലയ്ക്ക് പറഞ്ഞു. അപ്പം 4 ലക്ഷം രൂപ കുടിശ്ശിക അടയ്ക്കണമെന്ന് പറഞ്ഞു. അതിപ്പോൾ പറ്റൂല എന്ന് പറഞ്ഞാണ് 6 മാസം കാലാവധി ചോദിച്ചപ്പോൾ അത് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് ലോൺ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ജപ്തി ചെയ്യില്ലെന്ന് സർക്കാരിൻ്റെ വാക്ക് വെറും പാഴ്വാക്കാക്കിക്കൊണ്ടാണ് കാനറ ബാങ്കിലെ ജീവനക്കാർ വന്ന് ഇവിടുന്ന് ജപ്തി ചെയ്ത് കൊണ്ടുപോയത്.